ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പലിശ ഇടപാടുകാരൻ പ്രഹ്ലേഷ് നിരവധി പേരെ ഭീഷണിപ്പെടുത്തിയതിന്റെ തെളിവുകൾ പുറത്ത്. വ്യാപാരി മുസ്തഫയുടെ ആത്മഹത്യയ്ക്ക് ശേഷവും പണം കടം വാങ്ങിയവർക്ക് ഭീഷണി സന്ദേശം അയച്ചുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. പ്രഹ്ലേഷിന്റെ ഭീഷണി സന്ദേശം 24 കിട്ടി. 24 എക്സ്ക്ലൂസീവ് ഒന്ന് കേൾക്കാം. 10 ദിവസം ഞാൻ വെയിറ്റ് ചെയ്യും. ഞാനത് എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോകേണ്ട അപ്പുറത്ത് പണി ഞാൻ ചെയ്യും. മുന്നേ നിന്നെ കാട്ടി കുറുമ്പം വാശിയുള്ളതാണ് ഞാൻ. നീയൊന്നും എൻ്റെ മുമ്പിലേക്ക് വിഷയമല്ല. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് സ്വപ്നത്തിൽ ചിന്തിക്കാൻ പറ്റില്ല കേട്ടാ. അത് നിങ്ങൾ കുടുങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നീ എന്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ഒരു കോംപ്രമൈസ്. എനിക്ക് ആ പൈസ പോയിക്കോട്ടെ, 13 ലക്ഷം റുപ്യ അല്ലേ, ഈ വിഷയമല്ല കേട്ടാ. സൂരജ് സജിയ വാർത്തയിൽ സൂരജ് 6 ലക്ഷം രൂപ വായ്പ എടുത്ത് അത് 40 ലക്ഷമാക്കി ഉള്ള സ്ഥലവും കടയിൽ കയറി ഉള്ള പൈസ മൊത്തം എടുത്തുകൊണ്ട് പോയി വീട്ടുകാരുടെ മുന്നിലിട്ട് മർദ്ദിച്ച് ഒരു മനുഷ്യനെ ആക്ഷേപിച്ച് കൊലയ്ക്ക് കൊടുത്തതിന് ശേഷം അല്ലേ, അതിനുശേഷവും ഇയാൾ ഈ ഭീഷണി തുടരുന്നുവെങ്കിൽ എന്തൊരു അഹങ്കാരമാണത് സൂരജ്? ഹാഷ്മി, തീർച്ചയായും അത് തന്നെയാണ്. അതായത് ഇന്നലെ നമ്മൾ ഈ നാട്ടിലെത്തി സംസാരിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരാളോട്, ഏതൊരു മനുഷ്യനോട് ചോദിച്ചാലും ഈ പ്രഹ്ലേഷിന്റെ വീരസാഹസിക കഥകളാണ് ആളുകൾക്ക് പറയാനുള്ളൂ. പലരും ഭയപ്പാടിലാണ്. സാധാരണക്കാരെ സംബന്ധിച്ച് അവർ ഈ പലിശക്കെണിയിൽ വീണതിന് ശേഷം എത്രമാത്രം ഭയപ്പാടിൽ ജീവിക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ മേഖലയിൽ, ബ്രഹ്മകുളം അടക്കമുള്ള മേഖലയിലെത്തി സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് ഈ 10-ാം തീയതിയാണ് ഈ മുസ്തഫ ആത്മഹത്യ ചെയ്യുന്നത്. ആ ആത്മഹത്യാക്കുറിപ്പിൽ ഈ പ്രഹ്ലേഷിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ 20-ാം തീയതി നടത്തിയ ഭീഷണിയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. അങ്ങനെയെങ്കിൽ ഒരാൾ ആത്മഹത്യാക്കുറിപ്പിൽ തന്റെ പേരെഴുതി വെച്ച് ആത്മഹത്യ ചെയ്തിട്ട് പോലും ഈ പലിശക്കാരന്റെ രോമത്തിൽ പോലും അത് ഏൽക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. പോലീസ് ആകട്ടെ ഇതിനകത്ത് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഈ വാർത്ത വന്ന പശ്ചാത്തലത്തിലാണ് പോലീസ് വീട്ടിലെത്തി ഈ പ്രാഥമികമായി മൊഴി പോലും രേഖപ്പെടുത്തുന്നത്. അതൊക്കെ തന്നെയാണ് ഇവർക്ക് വീണ്ടും വീണ്ടും ഈ ഭീഷണികൾ തുടരാൻ ഇടയാക്കുന്നത്. ഇപ്പോൾ ഈ ഭീഷണി സന്ദേശത്തിൽ തന്നെ ഈ പ്രഹ്ലേഷ് പറയുന്നുണ്ട്, ഈ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെയാണ് ഇയാൾ ഭീഷണിപ്പെടുത്തുന്നത്. ചെറിയ തുക ഈ വാങ്ങിയ ആളുകളോട് പറയുന്നത് ഈ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്ന തരത്തിലൊക്കെയാണ് ഇയാൾ ഭീഷണിപ്പെടുത്തുന്നത്. പലപ്പോഴും ഈ കൊള്ള പലിശയാണ് ഇവരിൽ നിന്ന് ഈടാക്കുന്നത്. ഒരു അത്യാവശ്യം വരുന്നു, മറ്റിടങ്ങളിൽ നിന്നും പൈസ ലഭിക്കാതാകുമ്പോൾ ഇവർ 1 ലക്ഷം രൂപ ഇയാളിൽ നിന്ന് കടം വാങ്ങുകയാണെങ്കിൽ 20,000 രൂപ പലിശയായി നൽകണം. ആ 20,000 രൂപ ഏതെങ്കിലും ഘട്ടത്തിൽ നൽകാൻ കഴിയാതെ പോയാൽ പിറ്റേ മാസം തുടങ്ങി 1,20,000 രൂപ ഇയാൾക്ക് മുതലായി നൽകണം. അതിന്റെ പലിശ കൂടി വരുമ്പോൾ അത് ഇരട്ടിയായി കൂടും. അങ്ങനെയാണ് ഈ മുസ്തഫയ്ക്കടക്കം 40 ലക്ഷത്തോളം രൂപ ഈ പലിശ മാത്രമായി നൽകേണ്ടി വന്നത്. പിന്നീട് 20,000 രൂപ വിലമതിക്കുന്ന സ്ഥലം വെറും 5 ലക്ഷം രൂപയ്ക്ക് എഴുതി നൽകേണ്ടി വരുന്നു. ഭാര്യയുടെയും മകന്റെയും മുന്നിലിട്ട് ഈ മർദ്ദിക്കുകയും ഒക്കെ ചെയ്ത മനോവിഷമത്തിലാണ് ഇനി ജീവിക്കുന്നതിലും നല്ലത് മരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്തഫ മരിച്ചത്. എന്തായാലും മുസ്തഫയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന പേരിൽ പ്രധാനിയാണ് ഈ പ്രഹ്ലാദൻ. അതോടൊപ്പം തന്നെ ഒരു ദിവേഗിന്റെ പേര് കൂടി പറയുന്നുണ്ട്. അങ്ങനെ ഗുരുവായൂരിൽ ഈ കൊള്ളപ്പലിശക്കാർ വിലസുകയാണ് എന്ന് തെളിയിക്കുന്നതാണ് പുറത്തു വന്നിരിക്കുന്ന ഈ ശബ്ദ സംഭാഷണം കൂടി. കാശ്മീർ സൂരജ് സജിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഇതുവരെ പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. ഇന്നലെയാണ് പേരിന് പോയി മൊഴിയെടുത്തത്. ഈ ആത്മഹത്യാക്കുറിപ്പിൽ പ്രഹ്ലേഷിന്റെ പേരുണ്ടായിട്ടും പോലീസ് കേസെടുക്കാനൊന്നും തയ്യാറാവുന്നില്ലെങ്കിൽ പിന്നെയും ഒരാളുടെ ആത്മഹത്യക്ക് ശേഷവും അയാളുടെ പേരെഴുതി വെച്ച് മറ്റൊരു സാധു ആത്മഹത്യ ചെയ്തതിനു ശേഷവും പിന്നെയും അടുത്ത ആൾക്കാരെ ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതുപോലെ വരട്ടാനായി കഴിയുന്നുണ്ടെങ്കിൽ പോലീസിന് നല്ല സപ്പോർട്ട് ഉണ്ടാവും. കേസെടുക്കില്ല എന്നൊരു ധൈര്യമായിരിക്കാൻ ചിലപ്പോൾ അതിന്റെ പിന്നിലെന്ന് തോന്നുന്നു. പോലീസിന് അതിശക്തമായ പിന്തുണ ഒരുപക്ഷെ ഉണ്ടാവും. ആ പിന്തുണ വെറുതെ ഉണ്ടാവുന്നതാണോ മറ്റേതെങ്കിലും വില കൊടുത്തുണ്ടാക്കുന്നതാണോ എന്നത് നമുക്കിത് കാത്തിരുന്ന് കാണുകയും ചെയ്യാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.